ആരാണ് ഈ പ്രശ്നത്തിലെ, ഈ ഹിജാബ് വിഷയത്തിൽ, ഈ വിവാദത്തിൽ ആദ്യത്തെ കണ്ണി ആരാണ്, അല്ലെങ്കിൽ ഇതിലെ ആദ്യത്തെ പ്രതി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തേത് ഇവിടുത്തെ SDPI തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ നമ്മൾ വീട്ടിലൊരു കള്ളം കയറുന്നു, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല, നമ്മൾ എന്താ ചെയ്യുക? ആ സംഗതി ആരാണോ ഡീൽ ചെയ്യാൻ പ്രാപ്തരായ ആളുകൾ അവരെ വിളിക്കുക, അവർ ത്രൂ ആ സംഗതികൾ ചെയ്യുക എന്നതാണല്ലോ നമ്മൾ ചെയ്യുക. അപ്പോൾ മോട്ടോർ കേടായാൽ നമ്മൾ പ്ലംബറെ വിളിക്കുന്നു, കള്ളൻ കയറിയാൽ നമ്മൾ പോലീസുകാരെ വിളിക്കുന്നു എന്ന് പറയുന്ന പോലെ ഏത് വിഷയം ഉണ്ടാകുമ്പോഴാണ് SDPIക്കാരെ വിളിച്ചു വരുത്തേണ്ട ഒരു ഗതികേട് നമ്മുടെ നാട്ടിലുള്ളത്. ഞാൻ നോക്കിയിട്ടൊരു അവസ്ഥയിലും SDPIക്കാരെ മാത്രം തിരഞ്ഞു വിളിച്ചുകൊണ്ട് വരേണ്ട ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ എവിടെയില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഉണ്ടാകാം ചിലപ്പോൾ വല്ല തുരങ്കം പണിയേണ്ട ചില ഗതികേട്, ഈ ബിൽഡിങ്ങിൻ്റെ അടിയിലും സ്കൂളിൻ്റെ അടിയിലൊക്കെ ഈ തുരങ്കം പണിതിരുന്ന് വല്ല ഈ റോക്കറ്റ് വിടുന്ന വല്ല പദ്ധതി നമ്മൾ പുതിയതായിട്ട് ഇനി ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ നമുക്ക് ഈ SDPIക്കാരെ വിളിക്കാം. അവർ നല്ല അസൽ തുരങ്കം പണിക്കാരാണ്.